ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം നമ്മളിപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സീരീസ് ആണ്. അപ്പം മുൻപ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 233/2015 ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ടോട്ടൽ ഏർണിങ്സ് ഓഫ് എ വർക്കർ അണ്ടർ റോവൻ പ്ലാൻ. ഹവേർലി റേറ്റ് 2 ആണ്. സ്റ്റാൻഡേർഡ് ടൈം 16 ഹവേഴ്സ്. ടൈം ടേക്കൺ 12 ഹവേഴ്സ്. അപ്പം നമുക്കറിയാം റോവൻ പ്ലാന്, ഹാൽസേ പ്രീമിയം പ്ലാൻ ഉണ്ട്, റോവൻ പ്ലാൻ ഉണ്ട്. ഹാൽസേ പ്ലാനിൽ നമുക്ക് ടൈം സേവ്ഡിൻ്റെ ഹാഫാണ് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുക. പക്ഷേ റോവൻ പ്ലാനിൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കിട്ടുക. നമ്മൾ എത്രയാണോ വർക്ക് ചെയ്തത് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം നമ്മൾ ടൈം സേവ്ഡിൻ്റെ ബോണസ് നമുക്ക് കിട്ടുക. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഏർണിങ്സ് ആണ്. അപ്പം നമുക്കറിയാം ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഏർണിങ്സ്, അതായത് നമ്മൾ ആക്ച്വൽ ടൈം വർക്ക് ചെയ്തതിന് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് പ്ലസ് നമ്മൾക്ക് ടൈം സേവ്ഡിൻ്റെ ബോണസ് അല്ലേ? ബോണസ് ഫോർ ടൈം സേവ്ഡ്. ആ ടൈം സേവ്ഡിൻ്റെ ബോണസാണ് നമ്മൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഏർണിങ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ആക്ച്വൽ ടൈം ടേക്കൺ 12 ഹവേഴ്സ് ആണ്, ഇൻറ്റു ഹവേർലി റേറ്റ് 2 ആണ്. അപ്പോൾ 24 ആണ് നമ്മൾ ആക്ച്വൽ ചെയ്ത വർക്കിന് നമ്മൾക്ക് കിട്ടുന്നത് 24 ആണ്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ബോണസ് ആണ്. ഓക്കെ, അപ്പം ബോണസ് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇതൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ആദ്യം ആ ഒരു മെത്തേഡ് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ടൈം സേവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 16 ഹവേഴ്സാണ് സ്റ്റാൻഡേർഡ്. നമ്മൾ 12 ഹവേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന 4 ഹവേഴ്സിനാണ്. അപ്പോൾ ഈ 4 ഹവേഴ്സിന് ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 4 × 2 പെർ ഹവർ ആണെങ്കിൽ 8 ആണ് കിട്ടുക. പക്ഷെ നമ്മളിതിൽ പറഞ്ഞിരുന്നു ഈ ഒരു പ്ലാൻ പ്രകാരം എന്താണ്, നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പം 8 ഇൻറ്റു നമ്മൾ ആക്ച്വലി എത്രയാണ് വർക്ക് ചെയ്തത്? 12 ഹവേഴ്സ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്? 16 അല്ലേ? 16 ഹവേഴ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പം നമ്മുടെ ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 24 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇതിങ്ങനെ ഇക്വേഷൻ ഇല്ലാണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ബോണസ് ഈസ് ഈക്വൽ ടു ടൈം സേവ്ഡ് divided by standard time into time taken into hourly rate. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴും നമുക്ക് സെയിം ആണ് ആൻസർ കിട്ടുക. ടൈം സേവ്ഡ് നമുക്കറിയാം 4 ആണ്, സ്റ്റാൻഡേർഡ് ടൈം 16 ആണ്, ടൈം ടേക്കൺ 12 ആണ്, ദെൻ ഹവേർലി റേറ്റ് 2 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴും നമ്മൾക്ക് 6 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡും ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എക്സാമിന്. ഇത് നമ്മൾക്ക് ഇനിയിപ്പോൾ അത് മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താലും കറക്റ്റാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ബോണസ് ചെയ്തിട്ട് നേരെ അത് വിചാരിക്കുക. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ നമ്മൾ ആ വർക്ക് ചെയ്തതിൻ്റെ ഏർണിങ്സ് പ്ലസ് ബോണസ് ആണ് വരിക. ഓക്കെ, ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടിൻജന്റ് ലയബിലിറ്റി ഈസ് ഷോൺ ഡ്യൂ ടു ദ കൺവെൻഷൻ ഓഫ്. അപ്പം ഏത് കൺവെൻഷൻ പ്രകാരമാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി നമ്മൾ ഷോ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺസർവേറ്റിസം, ഓപ്ഷൻ ബി മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ ഡി മാച്ചിങ്, ഓപ്ഷൻ സി ഫുൾ ഡിസ്ക്ലോഷർ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ത് ചെയ്യുന്നത്? ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺസർവേറ്റിസം അല്ലെങ്കിൽ നമ്മൾ പ്രൂഡൻസ് കൺസെപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ ലോസസ് ഒക്കെ മുൻകൂട്ടി കാണിക്കും. ദെൻ മെറ്റീരിയാലിറ്റി, ഓൺലി മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് കാണിക്കാൻ പാടുള്ളൂ. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തെ റവന്യൂ ആ ഒരു വർഷത്തെ ലോസുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് പറയുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അതേ ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഇത് നമ്മൾ പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പം A and B are partners sharing profits and losses in the ratio of 3:2. C is admitted into business for 1/8 of share of profit and loss. What is the sacrificing ratio? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആയിരിക്കും അല്ലേ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ, നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ നമ്മൾ സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ 1/8 ഓഫ് പ്രോഫിറ്റിനാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിലൊന്നും നമ്മൾ ഇതിൽ എ ബി എത്ര പാർട്ടാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നതെന്നൊന്നും പറയാത്തതുകൊണ്ട് അവർ എന്ത് ചെയ്യുക, അവർ ഓൾഡ് റേഷ്യോയിൽ തന്നെ ആയിരിക്കും സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എടുത്തിട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ് വരിക, 3:2 തന്നെയാണ് വരിക. ഇപ്പോൾ ഇവിടെ 1/8 ആണ് ഉള്ളത്. റിമൈനിങ് ഷെയർ നമ്മൾ എടുക്കുമ്പോൾ 7/8 കിട്ടും. ഇനി ഈ 7/8ൻ്റെ ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ന്യൂ റേഷ്യോ ഇത് തന്നെയാണ്, വേറൊരു റേഷ്യോ. അപ്പം സാക്രിഫൈസിങ് റേഷ്യോ 3:2 തന്നെയാണ് നമ്മൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം 3:2 ആണ് ഇവിടെ ആൻസർ വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ് ആണ്. പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.